ഉഡു എന്ന കുഞ്ഞു നക്ഷത്രം. നീല പട്ട് വിരിച്ച ആകാശത്തിന്റെ ഒരറ്റത്ത് മിന്നിത്തിളങ്ങുന്ന ഒരു കുഞ്ഞു നക്ഷത്രം ഉണ്ടായിരുന്നു. ഉഡു എന്നായിരുന്നു അവളുടെ പേര്. ആകാശത്തെ മറ്റു നക്ഷത്രങ്ങളെ പോലെ വലിയ വലുപ്പമോ തിളക്കമോ ഒന്നുമില്ലായിരുന്നു ഉഡുവിന്. പക്ഷേ ഉഡുവിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്താണെന്നോ? മറ്റുള്ളവരുടെ സംസാരം കേൾക്കാൻ അവൾക്ക് വലിയ ഇഷ്ടായിരുന്നു. രാത്രിയായ വലിയ നക്ഷത്രങ്ങളെല്ലാം തങ്ങളുടെ പ്രകാശം കാട്ടി മത്സരിക്കുമ്പോ ഉഡു എന്താ ചെയ്യാറിയോ? മെല്ലെ ഭൂമിയിലേക്ക് താഴ്ന്നു നിൽക്കും. താഴെ ഭൂമിയില് കുട്ടികൾ പറയുന്ന കൊച്ചു കൊച്ചു കഥകളും അവരുടെ പൊട്ടിച്ചിരികളും ഉറക്കം തൂങ്ങിക്കൊണ്ടുള്ള കോട്ടുവായിടലുകളും അവള് കൗതുകത്തോടെ കേട്ടു നിൽക്കും. അങ്ങനെ ഒരു രാത്രിയില് ജനലരികിൽ കിടന്ന് ഒരു കുട്ടി സങ്കടത്തോടെ നെടുവീർപ്പിടുന്നത് ഉഡു കേട്ടു. എനിക്കിന്ന് അത്ര നല്ല ദിവസമായിരുന്നില്ല. ആ കുട്ടി പതുക്കെ പറഞ്ഞു. അത് കേട്ടപ്പോ ഉഡുവിന് സങ്കടായി. അവള് തന്റെ സ്നേഹമെല്ലാം ചേർത്ത് വെള്ളി വെളിച്ചത്തിന്റെ ഒരു കുഞ്ഞു തുള്ളി ആ കുട്ടിയുടെ ജനലിലേക്ക് അയച്ചു കൊടുത്തു. ഒരു കുഞ്ഞു മിന്നാമിന്നി വന്ന് തൊട്ടതുപോലെ ആ വെളിച്ചം അവിടെ തിളങ്ങി നിന്നു. പെട്ടെന്ന് തന്നെ ആ കുട്ടിയുടെ സങ്കടമെല്ലാം മാഞ്ഞുപോയി. ഉള്ളിലൊരു വലിയ സമാധാനം തോന്നിയ ആ കുട്ടി പുഞ്ചിരിച്ചുകൊണ്ട് പുതപ്പ് പുതച്ച് സുഖായിട്ട് ഉറങ്ങി. അന്ന് ഉഡു സന്തോഷം കൊണ്ട് എന്നത്തെക്കാളും തിളക്കത്തോടെ പ്രകാശിച്ചു. അന്നു മുതല് ആർക്കെങ്കിലും സങ്കടോ പേടിയോ ഒക്കെ തോന്നുമ്പോ ഉഡു അവരെ ശ്രദ്ധയോടെ കേൾക്കും. തന്റെ കുഞ്ഞു വെളിച്ചം കൊണ്ട് അവരെ ആശ്വസിപ്പിക്കും. നല്ലവരായിരിക്കാന്നാൽ ഉച്ചത്തിൽ സംസാരിക്കോ കൂടുതൽ ഭംഗിയിൽ അണിഞ്ഞൊരുങ്ങോ ഒന്നുമല്ല, മറിച്ച് മറ്റുള്ളവർക്കായി കൂടെ ഉണ്ടാവുക എന്നതാണെന്ന് ഉഡു പഠിച്ചു. അങ്ങ് ദൂരെ ചന്ദ്രൻ ആകാശത്ത് ഉയർന്നു വന്നപ്പോ ഉഡുവും മെല്ലെയൊന്ന് കോട്ടുവായിട്ടു. ഏയ് ശുഭരാത്രി ലോകമേ, അവൾ മന്ത്രിച്ചു. ഉഡുവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കൂട്ടുകാരെ? അവളുടെ തിളക്കം രാത്രിയിൽ ആകാശത്ത് കാണുമ്പോ കണ്ണു ചിമ്മിച്ചിരിക്കാൻ മറക്കരുതേ. നക്ഷത്ര വെളിച്ചത്തിൽ പൊതിഞ്ഞ ആ രാത്രിയിൽ ഉഡുവിനെ പോലെ ശാന്തമായി ലോകത്തിലെ എല്ലാ കുട്ടികളും സുഖമായി ഉറങ്ങാൻ കിടന്നു. അവര് അന്ന് ഏറ്റവും നല്ല സ്വപ്നങ്ങൾ കണ്ടു കാണും അല്ലേ? ഈ കഥ ഇഷ്ടായോ?